வணக்கம் சென்னை. உங்கள் அனைவரையும் யூகே மல்லு டிராவலர் சேனலுக்கு அன்புடன் வரவேற்கின்றேன். அனைவருக்கும் വെൽക്കം ബാക്ക് ടു യുകെ മല്ലു ട്രാവലർ. ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ദിവസമാണ്. ആർക്ക് അങ്കു ജാസ്തി ഇങ്ങനെയല്ലട്ടാ. അപ്പൊ ആ ദിവസത്തിന്റെ പ്രത്യേകത ഒന്നുമല്ല, എന്ത് വെഡിങ് ആനിവേഴ്സറി. എന്റെ ഓളെ വെഡിങ് ആനിവേഴ്സറി 8 കൊല്ലം ഒരുമിച്ച് നമ്മൾ ജീവിക്കുന്നത്. മാഷാ അല്ലാഹ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് ജോലിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ ഒരു സർപ്രൈസ് കൊടുക്കാന്ന്. ഒന്നും പ്ലാൻഡ് അല്ല, ആ ഒരു സർപ്രൈസ് നമുക്ക് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. പിന്നെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവണം. അപ്പോൾ അത് തിരിച്ച് നമ്മുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. ഐ ക്യാൻ ഷോ മൈ ഫ്രണ്ട്. ഷോപ്പിലേക്ക് പോയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് പോയിട്ട് നോക്കാം എന്ത് സാധനം ഉണ്ട്. കാർഡ് എടുക്കാം. ഓക്കെ, we'll find out the balloon. രണ്ട് ബലൂണ് വാങ്ങിച്ച് പിന്നെ കാർഡ് വാങ്ങിച്ച് പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ബലൂൺ വാങ്ങിക്കാം. കാരണം വലിയ സെലിബ്രേഷൻ ഒന്നല്ല, എത്തിയറായിട്ടുള്ളൂ. ഇനി എത്ര കാലം പോകുന്നു നോക്കണ്ടേ. ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ സ്വരോസ്കിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി സ്ഥാനം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്ഥാനം കിട്ടും. നമ്മൾ ഫുള്ള് കൺഫ്യൂസ്ഡ് ആണ്, ഏതാണ് വാങ്ങിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ട് വാങ്ങിച്ച് ജാസ്തിയാക്കി സർപ്രൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ അടിപൊളിയായിട്ടൊരു സാധനം തപ്പുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് എടുത്തിട്ട് നോക്കാം. ഫുൾ കൺഫ്യൂസ് ആണ്. ഇല്ല, വാട്ട് യു തിങ്കിങ്, വിച്ച് വൺ വി നീഡ് ടു ഗിവ്? യു നീഡ് ടു ഹെൽപ്പ് മീ. ഷുവർ. ഓക്കെ. 5 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ ഡാനിയൽ സ്വരോസ്കി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു സാധനം കണ്ടുപിടിച്ചത്. ഇവർക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഇവർ ക്രിസ്റ്റൽ മെഷീൻ കണ്ടുപിടിച്ചത്. ക്രിസ്റ്റലിന്റെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവർ ഉണ്ടാക്കിയത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ക്രിസ്റ്റൽ ഐറ്റംസ് കാണാൻ, ഫുൾ ക്രിസ്റ്റൽ കൊണ്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചത്. ഇവരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് ഇവർ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇവരുടെ ഐറ്റംസ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആണ്. എസ്പെഷ്യലി ബ്രിട്ടീഷ് പീപ്പിളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനാണ് സ്വരോസ്കിന്റെ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വേൾഡിൽ കാണണമെങ്കിൽ സ്വരോസ്കി ഐറ്റംസ് യൂസ് ചെയ്യാൻ മറക്കണ്ട. ഭയങ്കര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അടിപൊളി സംഭവം. ഐറ്റംസ് സെലക്ട് ആക്കിയിട്ടുണ്ട്. സെലക്ട് ഇപ്പോൾ ബില്ലിംഗ് നടക്കുവാണ്. ബില്ലിംഗ് ചെയ്തിട്ട് സാധനം വാങ്ങിച്ചിട്ട് നേരെ പോകണം. ഫുൾ ബിസി ഇന്നലെ. 2 years സാധനം ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 years ഇന്റർനാഷണൽ വാറണ്ടി. എന്ത് പറ്റിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും അവർ നമുക്ക് മാറ്റിത്തരും. അവർക്ക് റിപ്പയർ ചെയ്ത് തരും. മോസ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് ആണ് കൊടുക്കല്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇവരെ പറഞ്ഞ പോലെ തന്നെ 1895 ഇവർ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സാധനം കിട്ടി. ഇത് ജാസ്തി നമുക്ക് സർപ്രൈസ് ആക്കാലോ. വാ. അപ്പം ഞാൻ ഇന്ന് പുറക്ക് പോകുമ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ വരുമ്പോൾ ഒരു ഓർമ്മയില്ലാതെ പോലെ വലിയ മെമ്മറി, വലിയൊരു വിഷില്ലാത്ത, ഒരു റൊമാൻറ്റിക് അല്ലാത്ത, ഒരു ദേഷ്യം പിടിച്ച ഒരു ആംഗ്രി ഫേസിലാണ് ഞാൻ പുറക്കുന്ന ഇറങ്ങിയത് രാവിലെ. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ പോകുമ്പോൾ അതുപോലെ തന്നെ ഒരു മൂഡ് ഇങ്ങനെ ആക്കിയിട്ട് പോകും. ചിലപ്പം ഇപ്പം ഒരു കോള് വന്നു, ജാഷിയാടുന്ന ഒരു ബിരിയാണി ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഓൾറെഡി ഒരു ചെറിയൊരു സർപ്രൈസ് പോലെ ബിരിയാണി ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് ബിരിയാണി ഈസ് മൈ ഫേവറേറ്റ്, ജീവൻ്റെ ജീവനാണെന്ന് അറിയാം. അപ്പം ഞാൻ എന്താക്കുന്നത് ഇന്ന് ഒരു ബിരിയാണി കഴിക്കും. അപ്പോൾ ഞാൻ പറയും ഒരു ചെറിയ ബ്ലോഗ് എടുത്താലോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബ്ലോഗ് എടുക്കുന്ന പോലെ ആക്കിയിട്ട് ഞാൻ എന്താക്കും അവളെയും കൂട്ടി നമുക്ക് ആഫ്റ്റേഴ്സ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമുക്ക് സ്വീറ്റ് കഴിക്കാൻ വേണ്ടി പോകാവുന്ന രീതിയിൽ ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ട് പോകും. ആ പോകുന്ന ഗ്യാപ്പിൽ ഈലൻ, യു ആർ ദ ഹീറോ കമ്മിങ്. ആൻഡ് ഈലൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈലൻ ആ സമയത്ത് ഈലൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത്, മീൻസ് ഐ ആം ടോക്കിംഗ് ഇൻ മലയാളം. സോ ഈലൻ വിൽ കം ആൻഡ് ഡെക്കറേറ്റ് എവറിത്തിങ് അറ്റ് മൈ ഹോം. ദെൻ അങ്ങനെ അപ്പം നമ്മൾ ജാഷ്യാനെ ഫുഡൊക്കെ കഴിച്ച്, മീൻസ് ജാഷ്യായിട്ട് നമ്മളിത് കഴിക്കുമല്ലോ, ഏത് നമ്മുടെ ആ ഒരു സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ജാഷ്യ സർപ്രൈസ് അടിച്ച് വണ്ടടിക്കണം. ഇനിയായിട്ട് അവൾ സർപ്രൈസ് ആയില്ല എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഇഫ് ഷീ നോട്ട് ഗെറ്റിംഗ് എനി സർപ്രൈസ് ദെൻ എല്ലാം പോയി. ഹോപ്പ്ഫുള്ളി ഷീ വിൽ ഗെറ്റ് സം സർപ്രൈസ്. സോ ഹോപ്പ്ഫുള്ളി അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ഇൻഷാ അല്ലാഹ് അങ്ങനെ നടന്നാൽ മതിയായിരുന്നു.
എപ്പോഴും ഒരു വെറൈറ്റി കാണാൻ വേണ്ടിട്ട് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ അത് ചിലപ്പോൾ പാളിപ്പോവും, ചിലപ്പോൾ സക്സസ് ആവും. അപ്പൊ എല്ലാം ഈലന്റെ കയ്യിലാന്നുള്ളത്. ഈല നീ വന്നില്ലെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോക. യു വിൽ കം ഇസൻ ഇറ്റ്? ഓക്കെ മാൻ, താങ്ക് യു. ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞ പാട് നീ ജസ്റ്റ് നമുക്ക് ഏതായാലും പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി മൊഴി പുറത്തൊന്നും എഴുതുന്ന പരിപാടിയില്ല. അപ്പൊ നമുക്ക് ഒരു ഔട്ടിംഗ് ആയിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച പോലെ ഏത് നമ്മുടെ ആഫ്റ്റേഴ്സ് പോയ പോലെ. അപ്പൊ നമുക്ക് ഏതായാലും അടുത്താഴ്ച നമുക്ക് ബ്ലോഗിന്റെ ഐറ്റംസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇന്നിങ്ങനെ ജസ്റ്റ് നീ ഞാൻ എപ്പോഴും ഞാനല്ല തുടങ്ങുന്നത്, ഇന്ന് നീ തുടങ്ങിക്കോ. ഹായ്, അപ്പൊ നമ്മള് വെഡിങ് ആനിവേഴ്സറി പറയണ്ട. അപ്പൊ ആ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മ ഇങ്ങനെ ജസ്റ്റ് വരുന്നത് ഇങ്ങനെ തിന്നാൻ വേണ്ടി വരുന്നത് പറഞ്ഞാ പോരെ. വെഡിങ് ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു UK മല്ലു ട്രാവലർ എന്ന് പറയാം. വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ കുറച്ചൊരു വീഡിയോ എടുത്തിട്ട് തിന്നിട്ട് വരാം. ഓക്കെ പോരെ. ക്യാമറന്റെ പുറത്തിൽ നിഷാമാണ്. ജാഷാൻ ഞാൻ പറഞ്ഞ വേഗം കുളിച്ച് റെഡി ആയിട്ട് ഡ്രസ്സായിട്ട് പോകാൻ നമുക്ക് പുറത്ത് പോയിട്ട് വെഡിങ് ആനിവേഴ്സറി അല്ലേ ഒരു മറ്റേ ആഫ്റ്റേഴ്സ് പോയിട്ട് നമുക്ക് ഡെസേർട്ട് കഴിച്ചിട്ട് വരാം. ഓൾ റെഡി ആകുന്നുണ്ട്. ഓൾ റെഡി ആയിട്ട് നമ്മൾ ഓളെ അറിയാതെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിഷാമ നമ്മൾ ഈ പോകുമ്പോഴത്തേക്ക് നീ ഫുള്ള് സെറ്റാക്കിയിട്ട് വെക്കാൻ വരുമ്പോഴത്തേക്കിടാ. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള ഒരു ഡേറ്റ്. അശ്വ നീ ഒരു കാര്യം ചെയ്യ ജാഷി, നീ പറ വെൽക്കം ബാക്ക് ടു UK മല്ലു ട്രാവലർ പറഞ്ഞോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ UK മല്ലു ട്രാവലർ. എന്റെ മോളെ പൊളിച്ചു ഉസാറാക്കിനി. ഒന്നുകൂടി പറ. വെൽക്കം ബാക്ക് ടു UK മല്ലു ട്രാവലർ. അപ്പൊ ഇന്ന് നമ്മളെ വെഡിങ് ഇനി ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്ക്. അതെ, ഞങ്ങൾ സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, അപ്പം ബിരിയാണി ഉണ്ടാക്കി, വേറെ കുറെ കലാപരിപാടികളൊന്നും ഇല്ല. ഒന്ന് സർപ്രൈസ് ഒന്നും ഞങ്ങൾക്ക് ആക്കി തരുന്നില്ല. ഒന്നുമില്ല, പക്ഷെ ഞാൻ സർപ്രൈസ് എന്റെ സ്നേഹമുണ്ട് അത്രേ ഇല്ലു. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മധുരം കഴിക്കാം. ഫുഡെല്ലാം കഴിച്ചില്ല, ഒരു മധുരം ജസ്റ്റ് പുറത്തോട്ട് കഴിക്കാം, പുറത്തു പോയിട്ടെല്ലാം പോയിട്ട് കറങ്ങിട്ടെല്ലാം വരാം. ഞങ്ങൾ ഇറങ്ങി. ഓക്കെ, ഇറങ്ങിയല്ലേ. അപ്പൊ സർപ്രൈസ് ഇല്ലാത്ത ഇന്നത്തെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഇവിടെ മധുരം കഴിക്കാൻ വേണ്ടി ജാഷു കണ്ടു വന്നിരിക്കുകയാണ്. നോക്കാം അല്ല ഇതിന്റെ അകത്ത് എന്തിനാണ് ആഫ്റ്റേഴ്സിന്റെ പ്രധാന കവാടം. കയറി കഴിഞ്ഞാൽ പലവിധ ഐസ്ക്രീമുകൾ കാണാം. ഐസ്ക്രീം ഒരു പ്രത്യേകതരം ബബിൾ ഗം, ചെറി, കോഫി, ലെമൺ സർബത്ത്, ഫ്രൂട്ട് ഫോറസ്റ്റ്, അങ്ങനെ തുടങ്ങി ഒരു കസറുന്ന ഐസ്ക്രീമാണ് ഇവിടെയുള്ളത്. ഭയങ്കരമായിട്ട് ജാഷിന്റെ അടാറ് ഷോപ്പ്. അപ്പൊ ഈ സംഭവം ഉണ്ടല്ലോ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും നമുക്ക് ഒരു അടിപൊളി സർപ്രൈസ് കിട്ടണം എന്നൊക്കെ. പക്ഷെ ഒരിക്കലും കിട്ടില്ല. പണ്ടെപ്പോഴോ തന്നില്ല. എപ്പോഴും ജാഷിത എനിക്ക് വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് തരുമ്പോഴല്ലേ ഞാൻ പിടിക്കും. നമുക്ക് മനസ്സിലാവും ഓളം ബീച്ച് അനുഭവം നമുക്ക് ഭാഷ മനസ്സിലാവുന്ന പോലെ മനസ്സിലാവും. എനിക്കും മനസ്സിലാണ് ഷർഫുവിന്റെ സർപ്രൈസ്, എനിക്കും മനസ്സിലാണ്. പക്ഷെ ഞാൻ പറയല്ല, ഷർഫു പറയും. ഓക്കെ, എന്നാ പിന്നെ ഓക്കെ. ഞാൻ ഇന്ന് ആഫ്റ്റേഴ്സിൽ വരുന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞ ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞത് ഇന്ന് എന്ത് സർപ്രൈസ് ഉണ്ടായിരുന്നു. രാവിലെ ഒരു മൂഡ് ഓഫ് ആയിട്ടുണ്ടായില്ലേ. അപ്പൊ നീ വിചാരിച്ച് ഇന്നൊന്നും വിഷൊന്നും ആക്കൂല, ഇന്ന് എവിടെ പോവില്ല. അപ്പൊ നിന്റെ സർപ്രൈസ് കിട്ടി. ഓക്കെ, ഹാപ്പി. അപ്പൊ എനിക്ക് എപ്പോ കിട്ടില്ല ജാഷിത ബിരിയാണി? ഞാൻ രാവിലെ പറഞ്ഞത് എന്തെങ്കിലും ആക്കുന്നില്ലേ? ഓക്കെ, ആനിവേഴ്സറിക്കാ? ആ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് അടിപൊളി പെർഫ്യൂം തന്നിന്. ശരിയാണ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി. ശരിയാണ്. വെഡിങ് റിസപ്ഷൻ അന്ന് ഞാൻ ബലൂണെല്ലാം വെച്ച് കേക്കൊക്കെ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ആക്കിപ്പിച്ച് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഓർമ്മയുണ്ടായില്ല. അതൊക്കെ അങ്ങനല്ലേ, പെണ്ണുങ്ങൾ ചെയ്തൊന്നും ആണുങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, നിന്റെ കംപ്ലൈന്റ് എല്ലാം കഴിഞ്ഞല്ല. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ മുമ്പോട്ട് നടക്കാം. ഈ ഒരു അറ്റ്മോസ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് ഒരു പ്രൈവറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി തന്ന പോലെ ഉണ്ട്. ആരുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ആവാൻ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് കൊക്കോ മിക്സ്ഡ് മാജിക്. എന്നിട്ട് നോക്കാം. അതാ അപ്പൊ ജാഷി ഓർഡർ ചെയ്ത അടാറ് സാധനമായ എന്താ പറയല്ലേ ഫലൂദയും ആ ചോക്ലേറ്റ് ഐസ്ക്രീമും കൊക്കോ ഐസ്ക്രീമും വന്നിരിക്കുകയാണ് മക്കളെ. ജാഷി ഫുൾ തട്ടിൽ സ്റ്റാർട്ടർ. അടിപൊളിയല്ലേ? അപ്പം നമ്മുടെ ഈ സാധനം ഇതെന്ത് പറയല്ലേ, ഫലൂദ, ഇന്റർനാഷണൽ ഫലൂദ, അടിപൊളി ഫലൂദ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യണം. റോയൽ ഫലൂദ നമ്മളിപ്പോ ഒരു 5 മിനിറ്റ് നടന്ന 10 മിനിറ്റ് നടന്ന
നിന്നെ കളഞ്ഞല്ല കഴിഞ്ഞിട്ടില്ല, ബാക്കി പാർസൽ ഫുള്ള് ജാഷി 3 പേർക്ക് തിന്നേണ്ടത് ഹെവിയാണ്. ആണല്ലേ? അപ്പോൾ ജാഷി എത്ര കഴിച്ചു? ടേസ്റ്റ് അല്ല. അപ്പോൾ ഓക്കെ, എന്തായി ജാഷി നമ്മൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിനക്കവിടെ സ്നേഹം പോലും കാണുന്നില്ല മുഖത്ത്. മുഖത്തൊരു സ്നേഹം കാണുന്നില്ല. ആര് പറഞ്ഞു? അപ്പോൾ അത് കഴിഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ കഴിഞ്ഞെങ്കിലും നമ്മുടെ ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ ഡെയിലി സെലിബ്രേഷൻ ആണ്. ഉണ്ടാവോ? പൊളി തന്നെ ജാഷി. ഓക്കെ, അപ്പോൾ ജാഷി സൈൻ ഓഫ് ചെയ്തോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ കഴിഞ്ഞില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, കാണാം. അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. ജാഷിൻ്റെ ബാക്കിലേ ഞാൻ നല്ല വീഡിയോ നല്ല നോക്കുന്ന പോലെ പോയി. ഓളെ എക്സൈറ്റ്മെന്റ് നമുക്ക് നോക്കാലോ. നീ ഇങ്ങനെ പറയാ, നിനക്കൊന്നും അറിയില്ല. ഇല്ല, അറിയില്ല, എനിക്കറിയില്ല, ഒന്നും അറിയില്ല. നീ ഒന്നും അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്കറിയില്ല ജാഷിദ. ഇലൻ, താങ്ക് യു സോ മച്ച് ഫോർ ഓർഗനൈസ്. ഇലൻ ഏനോ Happy wedding anniversary. ബിരിയാണി മാത്രമാക്കി കൊടുത്തു. He said the biryani is his life, so you gave him his life. അതൊക്കെ എപ്പോഴാ വലിയ സർപ്രൈസ്. വെയിറ്റ് ഫോർ ദ ടൈം. പുള്ളന്മാരിൽ ഫുള്ള് കൊതിയാണ്. നിനക്കറിയില്ല, ഉപ്പ ഉമ്മ മകളി വെച്ച് 8 കൊല്ലായി. താങ്ക് യു. What are you feeling now, Jashi? സന്തോഷം. സന്തോഷം അത്രയല്ലോ. സന്തോഷമുണ്ട്. ഇതില് കഷ്ടം ചെയ്യുന്നുണ്ട്. ഭയങ്കര എപ്പം സർപ്രൈസ് ചെയ്തോണ്ടേ. ഞാൻ ഈ സർപ്രൈസ് ചെയ്യുന്നതുകൊണ്ട് നീ ഒരു കാര്യം പഠിക്കണം. നീ ഇങ്ങനെ സർപ്രൈസ് ചെയ്യാൻ പഠിക്കണം, അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും നീ ഇങ്ങനെ ഭയങ്കര ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് പറ്റുന്നില്ല. പക്ഷെ യു നീഡ് ടു ട്രൈ. പക്ഷെ എന്ന് കരുതിയിട്ട് ഓക്കെ, എന്ന് കരുതിയിട്ടില്ലേ ഈ സർപ്രൈസ് ഇല്ലാതെയും ജീവിക്കാം. സർപ്രൈസ് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. എനിക്ക് സത്യം സർപ്രൈസ് വേണമെന്നില്ല എപ്പോഴും ആഗ്രഹം ഉണ്ടാവല്ലോ, പക്ഷെ അത് നടക്കല്ല. പക്ഷെ ചിലപ്പോൾ ജാഷ് സർപ്രൈസ് ആക്കും. ചില സർപ്രൈസ് ഞാൻ കാരണം തന്നെ ജാഷിനൊക്കെ തരാൻ തോന്നാം. ഒരു ദിവസം ജാഷ് എനിക്ക് അടിപൊളിയായിട്ടൊരു വാച്ച് തന്നു. ഞാൻ നോക്കി അന്ന് വന്നപ്പോൾ എന്തോ സീക്കോൺ നമ്മുടെ ബ്രാൻഡ് കൊള്ളില്ലപ്പോ അങ്ങനെ വന്നപ്പോൾ നോക്ക് ഭയങ്കര ഫീൽ ആയി. അതിന് പിന്നെ നോക്കി എനിക്ക് സർപ്രൈസ് തരാണ്ട് ഭയങ്കര പേടിയാണ്. അല്ലാതെ സർപ്രൈസ് ഒക്കെ തരാറുണ്ട്. എന്തായാലും സർപ്രൈസ് ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. സർപ്രൈസ് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരും. പിന്നെ ഗിഫ്റ്റ് നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മാത്രമല്ല എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാം. ഗിഫ്റ്റ് എപ്പോഴും കൊടുക്കണം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തത്ര നമുക്ക് സ്നേഹം കിട്ടും. They are doing great job. But അത് മാത്രമല്ല, നിങ്ങോട്ട് തിരിച്ചു തരണം അല്ലെ, അങ്ങോട്ട് മാത്രമല്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ പുള്ളറെല്ലാം ഫുഡാക്കുന്നുണ്ട്. നമുക്ക് കേക്ക് മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് പിന്നെ വരാം. നമുക്ക് ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കാൻ അല്ലാതെ തോപ്പിക്ക് നൽകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാം. Happy wedding anniversary to you. Happy wedding anniversary. ഇനിയ തിരുമല നൽവാഴ്ത്തുക്കൾ. ഗിറ്റുമ്മ. Yeah, of course you can have. Gidumma first. Gidumma. Ayan. Gidumma. Yay. Amkuti ba? Umma korte. Umma korte. No, mama. First give her some, then she will give. Then give to Umma. Umma. Ah. Gidumma. സോ നമ്മളിവിടെ ജസ്റ്റ് ഒരു മിനി സെലിബ്രേഷൻ ആണ്. 8 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, 50 കൊല്ലം 60 കൊല്ലം ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് നമുക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാവാൻ വേണ്ടി. അപ്പൊ എന്റെ മുത്ത് തന്ന ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നോക്കട്ടെ ഞാൻ ഗ്രീറ്റിംഗ്സ് ഉണ്ട് ഇതില്. നല്ല ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടായിട്ടാ. ഇപ്പൊ ഷർഫിന്റെ കളക്ഷൻസ് എപ്പോഴും നല്ല രസം ഉണ്ടാകാറുണ്ട്, കാണുന്ന പോലെയല്ല. അപ്പൊ ഷർഫിന് ഇട്ട എനിക്ക് ഞാൻ ഇട്ടേ അതെയല്ലേ.
ഇത് എങ്ങനെയോ അവരാക്കി ഇങ്ങനെ ഇടണം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇങ്ങനെ ആക്കി ഇനി ഇട്ട് കഴിഞ്ഞാൽ മാത്രം പോരാ. അതെങ്ങനെ ദിസ് ഇസ് എ ലവ്, isn't it? Feel the love. നമുക്ക് ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എല്ലാവരും ഇഷ്ടം ഉണ്ടാവുമ്പോ തന്നെ ആ ഇഷ്ടം നമ്മ അവരോട് കാണിക്കണം, എക്സ്പ്രസ്. ഇഫ് യു നോട്ട് എക്സ്പ്രസ് യുവർ ലവ്, അത് വേസ്റ്റ് ആണ്. നമുക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട് നമ്മൾ അങ്ങനെ നിൽക്കാൻ പാടില്ല. നമ്മുടെ ഇഷ്ടം എത്രത്തോളം ഉണ്ടോ അത് എത്രത്തോളം എക്സ്പ്രസ് ആക്കാം മറ്റുള്ളവരിൽ. അതാണ് എന്റെ പോളിസി. അതാണ് നമുക്ക് തോന്നുന്നത് കുറെ ശരി. എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്നാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ല. സമയത്ത് ഇഷ്ടമുണ്ടോ കൺഫ്യൂസ്ഡ് ആയി പോകും. ജസ്റ്റ് ഷോ യുവർ ലവ് ആൻഡ് ഫീൽ ദ ലവ് ആൻഡ് ഗെറ്റ് ദ ലവ്. Love always. Much love from Sharaf and Jashi. അപ്പൊ ആരൊക്കെ വിഷ് ചെയ്ത് നമുക്ക് നോക്കാം. എന്റെ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ ജാഷിദാന്റെയും എന്റെയും വെഡിങ് ആനിവേഴ്സറി വിഷ് ആക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ഫുള്ള് വിഷ് പോയത് ജാഷിദക്കാണ്. ആരൊക്കെ വിഷ് ചെയ്തത് നോക്കാം. ஓகே, அந்த தமிழ்ல அவன் பேசிருக்கு என்ன வெட்டிங் விஷஸ் ഫോർ ഷറഫ് ആൻഡ് ജാഷിദ. ഫസ്റ്റ് ഓഫ് ഓൾ ഈലനാണ് ഷറഫ് ആൻഡ് ജാഷിദ വെഡിങ് വിഷസ് നമുക്ക് തന്നിട്ടുള്ളത്. ഹായ് ഷറാഫ് ആൻഡ് ജാഷി, ഹാപ്പി ബ്രോൺസ് വെഡിങ് ആനിവേഴ്സറി. അപ്പം സന്തോഷമായിട്ട് ജീവിക്കുക. ഇപ്പോഴുള്ള മാതിരി തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് സന്തോഷമായിട്ട് ഓരോ നിമിഷങ്ങളും പങ്കിടുക. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Hello Sharaf and Jashi. Happy wedding anniversary to the beautiful couple. Wish you all the best and success in your life. Happy anniversary. Stay blessed. Happy wedding anniversary, Jashida. And me as well. And maybe Sharaf. Okay, thank you. Happy wedding anniversary, Jashida. You need it to marry Sharaf. Happy anniversary, Jashida and Sharaf. Okay, thank Mohammed. you. Happy anniversary, Jashida and Sharaf. Please. Hi Jashida, just a quick note to say happy wedding anniversary and I hope you well in the future. Good luck to both of you and Sharaf. Thank you Sharaf, so much. Have a good one, yeah? Okay, No more thank you so babies, no more babies. Okay, thank you. Happy wedding anniversary. Happy anniversary, Rashida. God bless you. Many more happy years of blessed, healthy and happy marriage. കണ്ട നമ്മൾ ഈലനെല്ലാം റെഡിയാക്കുന്നത്. ഈലൻ അച്ഛൻ എൻ്റെ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈലൻ ആണ് ഇതൊക്കെ നമ്മൾ അവിടെ ആഫ്റ്റേഴ്സിൽ പോയിട്ടാകുമ്പോൾ എല്ലാം ചെയ്ത് വെച്ചത്. ഉസാറാക്കിനല്ലോ ഓൻ നമ്മുടെ മുത്തുപ്പ. Subscribe it and like it. Enjoy the video. அண்ணா ஓகே, இந்த இடத்துல சென்னை மாத்திரமல்ல இங்க பல ஊர் இருக்கு. அந்த ஊரு கேரளா ஊர் இருக்கு, இந்த கர்நாடகா ஊர் இருக்கு, அந்த யூகே ஊர் இருக்கு, அந்த துபாய் ஊர் இருக்கு, எல்லா ஊர் இருக்கு. அப்பதான் இந்த அகலமான வேர்ல்டுக்கு அனைவரும் எல்லாரும் அப்படிதான் இந்த எல்லா அனைவருக்கும் யூகே மல்லு டிராவலிലേക്ക് വീണ്ടും സ്വാഗതം. உங்களை அன்புடன் வரவேற்கின்றோம். This is my friend Elan and Kerala and Karnataka. All the guys from Tamil Nadu, please subscribe our channel, yeah? അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു സർപ്രൈസ് പാർട്ടി ഞാൻ ഓർഗനൈസ് ചെയ്ത പോലെ വന്നില്ലെങ്കിലും ഒരു നൈറ്റ് ആയതുകൊണ്ട് കുറെ ക്ലാരിറ്റീസ് കുറവുണ്ടാവും. ആ ക്ലാരിറ്റി കുറവുണ്ടായതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. വോയിസും ക്ലാരിറ്റിയും ഒക്കെ കുറവുണ്ടാവും. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ വരുന്നത് ക്ഷമിക്കുക. കാരണം അത് പർപ്പസ്ലി വരുന്നതല്ല, ഒട്ടും പ്ലാൻഡ് അല്ലാതുകൊണ്ടാണ് ചില വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഏയ്, നിങ്ങൾ മറ്റത് മറന്ന് സബ്സ്ക്രൈബ് ഒന്ന് അമർത്തിയിട്ട് പോപ്പാ. എന്ത് കളിക്കുന്നത്?